അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ആളുകളുണ്ട് ദാമ്പത്യ ജീവിതത്തിനകത്ത് എപ്പോഴും ഗൗരവത്തോടു കൂടെ മാത്രം പെരുമാറുന്ന, വളരെ ഗൗരവമായ പ്രകൃതം മാത്രം പ്രകടിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും വീട്ടിലുള്ള മറ്റുള്ളവരോടാണെങ്കിലും ഗൗരവത്തിൽ മാത്രം കുടുംബത്തിൽ പെരുമാറുന്ന ചില ആളുകൾ. ഓഫീസിൽ പെരുമാറുന്നത് പോലെ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെയുള്ള ആളുകളോട് താഴെയുള്ള ആളുകളോട് പെരുമാറുന്ന അതേ രീതിയിൽ കുടുംബത്തിലും പെരുമാറുന്ന ചില ആളുകളുണ്ട്. അത്തരം കുടുംബത്തെയാണ് ഡ്രൈ ഫാമിലി എന്ന് പറയുന്നത്. വരണ്ടുണങ്ങിയ, സ്നേഹമില്ലാത്ത വരണ്ടുണങ്ങിയ കുടുംബം എന്ന് പറയുന്ന അത്തരം കുടുംബങ്ങളെ കുറിച്ചാണ്. ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാനേജർ ആണെങ്കിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ, ഒരു പ്രിൻസിപ്പൽ ആണെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഈ മേഖലയിലുള്ള നമ്മുടെ ഒരു ഔദ്യോഗികമായ ശീലങ്ങളോടെയും ഭാവങ്ങളോടെയും വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ബിസിനസ്സുകാരൻ്റെ ഷർട്ട് അഴിച്ചു വെച്ച് വേണം അകത്തേക്ക് കയറാൻ. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഷർട്ട് അഴിച്ചു വെച്ച് വേണം അകത്തേക്ക് കയറാൻ. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബിസിനസ്സുകാരനില്ല, പോലീസ് ഉദ്യോഗസ്ഥനില്ല. അവിടെ മസൃണമായി പെരുമാറാൻ കഴിയുന്ന ഭർത്താവും ലാളിത്യമുള്ള ഒരു പിതാവുമാണ് പിന്നെ ആ വീട്ടിൽ ഉണ്ടാവേണ്ടത്. ഇതിന് പകരം തമാശകളില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും. കുടുംബജീവിതത്തിൽ തമാശകൾ വേണം, സന്തോഷങ്ങൾ വേണം, വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ യാത്രകൾ വേണം, കുടുംബങ്ങളിലേക്കുള്ള സഞ്ചാരങ്ങൾ വേണം. വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. സുലത്തുർ റഹ്മിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമായ ഇസ്ലാം. കുടുംബങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിൽ ഒരുപാട് ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചു കൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു ടുഗെദർനെസ് ഒരു യാത്രയിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ച് സ്നേഹം പങ്കിടുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു വലിയ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണല്ലോ എന്ന ഒരു വലിയ ശക്തി മനസ്സിലേക്ക് വരികയും അത് കൂടുതൽ നമ്മുടെ സെൻസ് ഓഫ് സ്ട്രെങ്ത് അത് വലുതാക്കുകയും ഒരു ശക്തമായ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ എത്തുകയും കുടുംബബന്ധം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് സഹായിക്കുകയും ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതത്തിൽ തമാശകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു തവണ ചോദിച്ചു, ആയിഷ ബിവിയോട് ചോദിച്ചു, നീ ഓട്ടമത്സരത്തിനുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേരും ഓക്കെ സമ്മതം പറഞ്ഞു. അങ്ങനെ ഓട്ടമത്സരം നടത്തി. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഓട്ടമത്സരത്തിൽ 1-ാം സ്ഥാനത്തെത്തി. എന്നിട്ട് തിരിഞ്ഞു നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എങ്ങനെയുണ്ട്, ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വളരെ ഉഷാറാണെന്നോ എനിക്കറിയാമെന്ന് പറഞ്ഞു. രണ്ടാമത് മറ്റൊരു തവണ വീണ്ടും ഒരു ഓട്ടമത്സരം നടത്തി. ആ രണ്ടാമത്തെ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിജയിച്ചത്. എന്നിട്ട് ആയിഷ ബിവിയോട് പറഞ്ഞു, ഇത് അന്ന് നമ്മൾ നടത്തിയതിൻ്റെ പകരമാണ് എന്ന് തമാശയിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മാതൃക കാണിച്ചു തന്ന, തമാശകൾ കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ കുടുംബജീവിതത്തിൽ തമാശകൾ വേണം. അതുപോലെ തന്നെ മരുമകനായ അലിയാർ തങ്ങളോട് ഗുസ്തി പിടിച്ച് തമാശ പ്രകടിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിയെ ആ കുട്ടിയോടൊപ്പം കളിച്ച് ആ കുട്ടിയുടെ അഭിമാനബോധം കാത്തു രക്ഷിച്ച് അങ്ങനെ തമാശകരമായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനിൽ ഇടപെട്ട് കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ അങ്ങനെയുള്ള നല്ല ജീവിത ശൈലികൾ നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിനത് ഒരിക്കലും നമ്മൾ പ്രൊഫഷണലായി പെരുമാറരുത്. അവിടെ ഭർത്താവ് മാത്രമാണ്, അവിടെ ഉപ്പ മാത്രമാണ്, ആ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മാത്രം. മറ്റുള്ള എല്ലാ ഷർട്ടുകളും മറ്റെല്ലാ പൊസിഷനുകളും, മാനേജർ ആണെങ്കിലും അഡ്മിൻ ആണെങ്കിലും പ്രിൻസിപ്പൽ ആണെങ്കിലും എല്ലാ പൊസിഷനുകളും അഴിച്ചു വെച്ച് വീട്ടിലേക്ക് പ്രവേശിച്ച് വീട്ടിൽ തമാശകളും കളികളും ചിരിയും സന്തോഷങ്ങളും എല്ലാം പ്രകടിപ്പിക്കപ്പെടുന്ന നല്ല ഒരു ഇടമായിട്ട് നമ്മുടെ വീട് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ ആ വീട്ടിൽ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ പൂത്തിരി നിലാമഴ പെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാം സ്പീച്ച് ടിവി.